ായിരിക്കും എന്നൊക്കെ പറഞ്ഞ അതിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുകയില്ല. അപ്പൊ നബി തിരുമേനി സ്വപ്നം ദർശനമാണ് കണ്ടത്, ദർശനത്തിന് വ്യാഖ്യാനമുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇവരുടെ ഈ കണ്ടുപിടുത്തങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടോ എന്ന് മത്സരം പറയാമോ? അതായത് ദജ്ജാലിന്റെ കഴുത, ദജ്ജാൽ വരുമ്പോൾ അവന്റെ കൂടെ ഒരു കഴുതയുണ്ടാകും. ആ കഴുതന്റെ രൂപത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പറയുകയുണ്ടായി. അത് ഞാൻ നേരത്തെ ഉദ്ധരിക്കുകയുണ്ടായി. വയഖ്റുജു ദജ്ജാലു അലാ ഹിമാരിൻ അഖ്മർ മാ ബൈന ഉദ്നൈഹി സബ്ഉന ബാൻ. ദജ്ജാല് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവൻ്റെ കഴുത, അത് അവൻ്റെ വാഹനം. എല്ലാവർക്കും ഒരു വാഹനം ഉണ്ടാകുമല്ലോ. ദജ്ജാൽ വരുമ്പോൾ ഉണ്ടാകുന്ന അവൻ്റെ വാഹനം, ആ വാഹനത്തിൻ്റെ രൂപം എങ്ങനെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെവി മുതൽ അടുത്ത ചെവി വരെ 70 വാര അകലം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇത് ബാഹ്യമായി നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കഴുത മാത്രമല്ല, മറ്റ് ഹദീസുകളിൽ മനസ്സിലാവുന്നത് ആ കഴുത തീയായിരിക്കും ഭക്ഷിക്കുക. ആ കഴുത തീയായിരിക്കും ഭക്ഷിക്കുക. അതിന്റെ വയറിൽ, അതിന്റെ ഉള്ളിലായിരിക്കും, അതിന്റെ വയറ്റിലായിരിക്കും ജനങ്ങൾ സഞ്ചരിക്കുക. അല്ല, പിന്നെ കാരണം ഈ പണ്ട് കാലങ്ങളിൽ യാത്രാ വാഹനമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഭൂരിഭാഗം കഴുതകളെയാണ്. അതെ അതെ. അപ്പൊ ആ യാത്രാ വാഹനങ്ങൾ ഇന്ന് എന്തെല്ലാം ഉണ്ടോ അതിലേക്കൊക്കെ നമുക്ക് ശ്രദ്ധ കൊണ്ടുവരാവുന്നതാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും പറയപ്പെട്ടതുപോലെ ഹദീസിൽ പറഞ്ഞതുപോലെ തന്നെ ഈ യൂറോപ്യൻ അല്ലെങ്കിൽ ഈ ക്രൈസ്തവ പാശ്ചാത്യരാണ് ഇവിടെ ആദ്യമായി മോട്ടോർ വാഹനങ്ങൾ കണ്ടുപിടിക്കുന്നത്. അവർ കൊണ്ടുവന്നതാണ് നമ്മുടെ ട്രെയിന്, തീവണ്ടി. ഈ തീവണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിന്, അവർ കഴുതപ്പുറത്ത് സഞ്ചരിച്ചവരായിരുന്നു, ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചവരായിരുന്നു. അവർക്ക് ദജ്ജാലിനെ അറിയിച്ചു കൊടുക്കുന്നതിന്, മനസ്സിലാവുന്നതിന് വേണ്ടി അവരോട് ആ ഭാഷയിൽ അവർക്ക് പറഞ്ഞാലും മനസ്സിലാവും. റസൂൽ സല്ലല്ലാഹു ദർശനമാണല്ലോ കണ്ടത്, ദർശനത്തിനാണ് വിവരിക്കുന്നത്. അപ്പൊ അതിന് വ്യാഖ്യാനമുണ്ടല്ലോ. അപ്പൊ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അക്കാലങ്ങളിൽ കഴുതയെ യാത്രാ വാഹനമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇന്ന് കഴുതയെ യാത്രാ വാഹനമായിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഈ കഴുതയുടെ സ്ഥാനത്ത് വേറൊരു വാഹനം എന്തായാലും വരണം. അപ്പൊ നമ്മൾ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 70 വാര അകലം ഉണ്ടായിരിക്കും ഈ ചെവിക്കിടയിലുള്ള ദൂരം എന്ന് പറഞ്ഞത്. ഇന്ന് നമ്മൾ ട്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ, തീവണ്ടി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരറ്റത്ത് ഡ്രൈവർ ഉണ്ടാവും, മറ്റേ അറ്റത്ത് ഗാർഡ് ഉണ്ടാവും. ഈ രണ്ട് കാരണം. ഇതിൻ്റെ ഇടയിൽ എത്രയോ കിലോഗ്രാം തൂക്കങ്ങൾ, മനുഷ്യൻ ഉൾപ്പെടെയുള്ള സാധനങ്ങളെ, പണ്ട് കഴുത ഭാരം ചുമക്കുക എന്ന് പറഞ്ഞാൽ എത്രയാ ഏറ്റുന്നതിൻ്റെ പുറത്ത് അതിനേക്കാൾ എത്രയോ കൂടുതലായിട്ടാണ് ഇന്ന് വരുന്നത്. അപ്പം അവരുടെ ഒരു കണ്ടുപിടുത്തം എന്ന നിലയിലാണ് നമുക്ക് ഈ കഴുതയുടെ സ്ഥാനം വഹിക്കുന്ന ഈ തീവണ്ടിയെ നമുക്ക് കാണാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മറ്റൊരു നിവേദനത്തിൽ ഇതിനെക്കുറിച്ച്, ഈ കഴുതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ കഴുതയുടെ വയറ്റിലായിരിക്കും ആളുകൾ യാത്ര ചെയ്യുക. അതേപോലെ തന്നെ ഈ കഴുത പുറപ്പെടുന്ന സമയത്ത്, ഞാനിതാ പുറപ്പെടാൻ പോവുകയാണ്, നിങ്ങൾ ആർക്കെങ്കിലും ഇതിൽ സഞ്ചരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കയറി ഇരിക്കുക, സഞ്ചരിക്കുക എന്ന് ഇതിങ്ങനെ പ്രഖ്യാപിക്കാറുണ്ട് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. കാരണം വളരെ വ്യക്തമായ നിലയിൽ ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അങ്ങനെ. ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തെ സംബന്ധിച്ച് ഇപ്പൊ ഇതൊരു സമൂഹമാണോ അതല്ല ഒരു വ്യക്തിയാണോ എന്നതിനെ സംബന്ധിച്ച് നമുക്ക് സ്വപ്ന വ്യാഖ്യാനം നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറ യൂസുഫിൽ അവിടെ ഒരു സ്വപ്നത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ആ കാലത്ത് ക്ഷാമം ഉണ്ടാകാൻ പോകുന്ന 7 കൊല്ലത്തെ ക്ഷാമത്തെ പറ്റി ദർശനം കണ്ടത് 7 മെലിഞ്ഞ പശുക്കളെയാണ്. 7 മെലിഞ്ഞ പശുക്കളെയാണ്. അപ്പോൾ ഒരു വർഷത്തിൽ ഈ എത്രയോ പശുക്കൾ, ജീവജാലങ്ങൾ, ഇതെല്ലാം അതിൽ പെടുന്നുണ്ട്. അപ്പം ഒരു വർഷത്തെ 7 മെല്ലിച്ച പശുക്കളായിക്കൊണ്ടാണ് ഓമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പശു ഒരു കൊല്ലം എന്ന നിലയിൽ 7 കൊല്ലത്തിൽ 7 പശുക്കളെയാണ് സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ 7 പശുക്കൾ മാത്രമാണ് ഇത് അനുഭവിച്ചത്. അല്ലെ, ജീവജാലങ്ങൾ മുഴുവനും മനുഷ്യനുൾപ്പെടെയുള്ള ഈ ക്ഷാമം അനുഭവിച്ചില്ലേ. അപ്പൊ അത് ദർശനത്തിന്റെ, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തെന്താണ്, എല്ലാ ജീവജാലങ്ങൾക്കും പകരം ഒരു പശു എന്ന നിലയിലാണ്. അപ്പൊ ഇവിടെയും ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ദജ്ജാൽ എന്ന നിലയിൽ കാണിക്കുന്നത് ഒരു സമൂഹത്തെയാണെന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ നിവർത്തിയുള്ളൂ. മറ്റൊരു സ്വപ്നം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇതിന് ഒരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലഘട്ടത്തിൽ ഒരാള് ഒരു വളരെ സുന്ദരനായ ഒരു വ്യക്തിയെ സ്വപ്നം കണ്ടു. ഈ സ്വപ്നം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുകൊണ്ടുള്ള ഉദ്ദേശം മുഴുവൻ അറബുമാണ് എന്നാണ്, അത് അറേബ്യ രാജ്യം മുഴുവനാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഒരാൾ ഒരു വ്യക്തിയെ സ്വപ്നത്തിൽ കണ്ടാൽ അതിന്റെ അർത്ഥം ഒരു വ്യക്തി എന്നല്ല, മറിച്ച് ഒരു സമൂഹം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഒരു ഹദീസിൽ പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്, തമീം ദാരി കണ്ട ഒരു സ്വപ്നത്തെ, അതായത് ദജ്ജാലിനെ ഒരു ചർച്ചിൽ ബന്ധിപ്പിക്കട്ടെ നിലയിൽ കണ്ടതായിട്ട് സഹീഹ് മുസ്ലിമിൽ
പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇന്ന് കാണുന്ന ഇസ്ലാമിനെതിരിൽ പ്രവർത്തിക്കുന്ന പ്രോപ്പഗണ്ട ചെയ്യുന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തരം താഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ ക്രൈസ്തവ പണ്ഡിത സമൂഹമാണ് ഇത്. കാരണം അവരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ചെറുത്ത് നിൽക്കുന്നത് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സംഘമാണ് എന്നത് ഈ തെളിവിന് കൂടുതൽ ശക്തി പകരുന്നതാണ്. എന്തായാലും നമുക്കിപ്പം ഈ അർത്ഥങ്ങളിൽ നിന്ന് ഈ ദജ്ജാലിന്റെ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദജ്ജാൽ ഒരാളെ വധിക്കും, അവനെ ഞാൻ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് ചോദിക്കുകയും ദജ്ജാല് കൊന്നിട്ട് വീണ്ടും അവനെ ജീവിപ്പിക്കുകയും ചെയ്യുന്നെന്ന് ഹദീസിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇന്നുള്ള ഈ ശാസ്ത്രീയ ഈ മെഡിക്കൽ ശാസ്ത്രം ഇന്ന് എന്ന് പറഞ്ഞാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിക്കാത്ത അറിയാത്ത കാര്യങ്ങളൊക്കെ ഇന്ന് പലവിധ ഓപ്പറേഷനുകളിലൂടെയും പലവിധ ചികിത്സാ രീതികളിലൂടെയൊക്കെ തന്നെ ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം തന്നെ ഇന്ന് വളരെ നമ്മൾ കൈവിട്ടുപോയെന്ന് മരിച്ചുപോയെന്ന് പറയുന്ന ഒരവസ്ഥയിലെത്തിയ ആളുകളെ പോലും അവര് ചികിത്സാ രീതിയിൽ കൂടെ ഉപകരണങ്ങളിലൂടെ അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുന്നു. ഇതൊക്കെ തന്നെ ഈ ദജ്ജാലിന്റെ കണ്ടുപിടുത്തങ്ങളിലൂടെയാണ്, അവന്റെ കഴിവിലൂടെയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നും ഇതൊക്കെ മനസ്സിലാകുന്നത് തീർച്ചയായും ഈ പാശ്ചാത്യ ശക്തികളാണ് ഇങ്ങനെയുള്ള ഈ കണ്ടുപിടുത്തങ്ങളിലൂടെയൊക്കെ ലോകത്തുള്ള പുരോഗതികളൊക്കെ ഉണ്ടാക്കിയതെന്നും ആ ഒരു വിഭാഗം തന്നെയാണ് ദജ്ജാൽ എന്നും ഇതിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈസാ അലൈഹി സ്വലാം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. ഈസാ അലൈഹി സ്വലാം മരിച്ചു പോയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് വ്യക്തമായും തെളിയുന്നുണ്ട്. അത് വേറൊരു വിഷയമാണ്, അതിലേക്ക് പോകുന്നില്ല. കാരണം ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വരവിനെ സംബന്ധിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിരവധി നിവേദനങ്ങളുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകുന്ന ആ സിഫത്ത്, അദ്ദേഹത്തിൻ്റെ ആ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി ഈ ഉമ്മത്തിൽ തന്നെ വരുമെന്നാണ്. അതുപോലെ ഇമാം മഹദിയെക്കുറിച്ചും പറയുന്നുണ്ട്. ലൽ മഹദിയെ ഇല്ല ഈസ എന്ന് പറയുന്നുണ്ട്. ഈസ ഇല്ലാതെ മഹദി ഇല്ല. അങ്ങനെ വലിയ ഒരു ചർച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിട്ടുണ്ട്. എന്തായാലും ദജ്ജാലിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഖുർആനിലെ വചനങ്ങൾ, അതുപോലെ തന്നെ ഡിക്ഷണറിയിൽ വന്നിട്ടുള്ള അർത്ഥങ്ങൾ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നുന്നു, ഒന്നാമത്തത് ഈ ദജ്ജാൽ എന്ന് പറയുന്ന ഒരു സമൂഹത്തിനും പറയും. സമൂഹം ആണ് യഥാർത്ഥത്തിൽ ഈ ദജ്ജാൽ എന്നത് അവരുടെ പ്രവൃത്തികൾ കൊണ്ട് തന്നെ അവർ സ്പഷ്ടമാക്കുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ പല കാര്യങ്ങളും വ്യക്തമായ നിലയിൽ വരുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞ ദജ്ജാലിനെ പറ്റി പറയപ്പെട്ടുള്ള കുഴപ്പവും അവനുണ്ടായിരിക്കേണ്ട കഴിവുകളും ഒരു വ്യക്തിയിൽ ഒരുമിച്ച് കൂട്ടുക എന്നത് ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്ന രീതിയിലുള്ളതല്ല. അതായത് ദജ്ജാൽ അത് തീർച്ചയായിട്ടും ലോകം മുഴുവനും സഞ്ചരിക്കുക, ലോകം മുഴുവനും പൊക്കിക്കൊണ്ട് നടക്കുക, കയ്യിൽ സ്വർഗം കാണിക്കുക, ഇപ്പുറത്ത് നരകം കാണിച്ചു കൊടുക്കുക, എന്നിട്ട് ജീവിക്കാൻ പറയുമ്പോൾ ജീവിക്കുക, മുളപ്പിക്കാൻ പറയുമ്പോൾ മുളക്കുക. അപ്പൊ ഇതൊക്കെ ചില ദൈവികമായ ചില അള്ളാന്റെ സിഫത്തുകൾ കൊടുക്കേണ്ടി വരും. തീർച്ചയായും ഇത് തൗഹീദിനെതിരാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തൗഹീദിനെതിരായും കൊണ്ടുള്ള ഒരു കാര്യം സമൂഹത്തെ പഠിക്കും. അപ്പൊ ഞാൻ പറയുന്നത് ഇതിന് ഒരു ഏക വ്യക്തിയിൽ ഇതൊരിക്കലും സൂട്ടാവുകയില്ല എന്ന്, ഒരു സമൂഹം തന്നെ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഉപമാലങ്കാരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്ന രീതിയിലാണ് ഈ ചർച്ച മുഴുവൻ നമ്മൾ വിശ്വസിക്കേണ്ടതായിട്ട് വരും. ഇല്ലെങ്കിൽ ദൈവികമായ ചില ഗുണങ്ങൾ ദജ്ജാലിനും ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും. സ്വർഗം അത് അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് മോമിനിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് ദജ്ജാല് ആ സ്വർഗമായിട്ട് വന്നു എന്ന് പറയുമ്പോ പിന്നെ അള്ളാന്റെ കഴിവുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ദജ്ജാലിന് പറയപ്പെട്ടിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓരോന്ന് എടുത്തിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ക്രൈസ്തവ ജനതയിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് ശുദ്ധമായ കളവ്. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ തന്നെ പെരുന്നുണയെന്നാണല്ലോ, കളവ് പറയുന്നുള്ളതാണ്. ആദ്യം തന്നെ പറയുന്നത് ദൈവം പിന്നെ പുത്രന്റെ കോലത്തിൽ സ്ത്രീയുടെ വയറ്റിൽ കടന്നിട്ട് പുറപ്പെട്ട വന്നു. രണ്ടാമത് പറയുന്നത് ഈ ദൈവം പിന്നെ എല്ലാ മനുഷ്യരുടെയും പാവം പോക്കുന്നതിന് വേണ്ടി കുരിശിലേറ്റ് മരിച്ചു എന്നാ. അതോടുകൂടി പിന്നെ എല്ലാ പാവങ്ങളും തീർന്നു. അതിനിടയിൽ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് ഇവരുടെ വിശ്വാസം സംബന്ധിച്ച്. അപ്പൊ ഇത് ഈസാ നബി അലൈഹി ഇസ്ലാം തന്നെ, യേശു തന്നെ പറഞ്ഞ ഏകദൈവ സിദ്ധാന്തത്തിന് വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടാണെന്നുള്ളത്. അതായത് ക്രൈസ്തവ മതത്തിൽ വാസ്തവം പറഞ്ഞാൽ ഇത്തരം വിശ്വാസങ്ങൾ പറയുന്നത് യേശു മരിച്ചതിന് 350 വർഷങ്ങൾക്ക് ശേഷമാണ്. 350 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു വിശ്വാസം അവർക്കില്ല. 350 വർഷത്തിന് ശേഷം സഭ കൂടിക്കൊണ്ടാണ് തീരുമാനിച്ചത് യേശു ദൈവമാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, നമ്മുടെ രക്ഷകനായി വന്നവനാണ് എന്നുള്ള ഇതെല്ലാം കൊണ്ടുവരുന്നത്. അത് വളരെ വിശദമായ നിലയിൽ യേശുക്രിസ്തു കശ്മീരിൽ എന്നുള്ള പുസ്തകത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഈ സമൂഹത്തിന്റെ ഈ വിശ്വാസം ഇത് തീർച്ചയായും ഒരു പഠിക്കാത്ത, ഒരു പഠിപ്പുമില്ലാത്ത, ഒരു അറിവുമില്ലാത്ത ആൾക്കാർക്ക് ആർക്കും, മൂമിനായ
ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവന്റെ നെറ്റിയിൽ കഫറ എന്ന് എഴുതിയിട്ടുണ്ടാവും, അത് എഴുത്തറിയുന്ന മുഴുവനും അറിയാത്തവനുമായ ആൾ വായിക്കുമെന്ന്. തീർച്ചയായും അവരുടെ കഴുത്തിലുള്ള ആ കുരിശ്, അതേപോലെ തന്നെ അവരുടേതായ ഈ വാദം, ദൈവത്തിനൊരു പുത്രനുണ്ട്, ദൈവം പുത്രനെ അയച്ചിട്ടാണെങ്കിൽ മനസ്സിലായി നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ, ഇത് ആർക്കാ ബോധ്യപ്പെടാത്തത്? തീർച്ചയായും അത് കളവ് തന്നെയാണ്. അത് എല്ലാവർക്കും വായിക്കാൻ കഴിയുന്ന കാര്യമാണ്. പിന്നെ ഈ മദീനയിലെ ഒരു യഹൂദ യുവാവായ ഇബ്നു സയ്യാദിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ അദ്ദേഹം ദജ്ജാലാണ് എന്ന രീതിയിൽ ഉമർ റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ചിരുന്നു. അതായത് ദജ്ജാലിനെ സംബന്ധിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ചില കാര്യങ്ങളൊക്കെ ഈ ഇബ്നു സയ്യാദിൽ പുലർന്നതായിട്ട് കണ്ട്, അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആയിരിക്കാം ദജ്ജാൽ എന്ന രീതിയിൽ കണ്ടു. പക്ഷെ പിന്നീട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു, ഇബ്നു സയ്യാദ്. അപ്പൊ തീർച്ചയായിട്ടും മനസ്സിലായി അത് ദജ്ജാലല്ല എന്ന്. കാരണം ഹിദായത്ത് ദജ്ജാലിന് എന്തായാലും കിട്ടൂലല്ലോ. അപ്പൊ അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടി എന്നത് ചരിത്രത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എല്ലാ ലക്ഷണങ്ങളും ഇനി ഇതുവ വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ തന്നെയും പൂർണ്ണമായിട്ടും പുലരേണ്ട കാര്യമില്ല. കുറച്ച് ലക്ഷണങ്ങൾ കിട്ടിയാൽ തന്നെയും ദജ്ജാലിനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ വിശ്വാസ കാര്യത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇന്ന് അവർ നടത്തിക്കൊണ്ട്, ലോകം മുഴുവനും പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിനെതിരിലാണ്. യേശു പോലും പറഞ്ഞെന്താണ്? എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നത് ഏവനുമല്ല, കർത്താവ് ഏകനാണ്. പിന്നെ യേശു ഈ കുരിശു സംഭവത്തിന് മുമ്പേ ഗത്സമനത്തോട്ടത്തിലൊക്കെ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തോടാണ്. അതെ, കർത്താവാണ് എൻ്റെ എന്ന് പറയുന്നുണ്ട്. ഏലി ഏലമ ശബക്കത്തനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തേ എന്നൊക്കെയുള്ള ചർച്ചകൾ വരുമ്പോഴത്തേക്കാണ് യഥാർത്ഥത്തിൽ ഇതൊരു വെള്ളത്തിൽ പടുത്തുയർത്തിയിരിക്കുന്ന ഒരു കെട്ടിടമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ ലോകം മുഴുവനും അവരുടെ സ്വാധീനമുണ്ട്. ഏകദൈവത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രീതിയിലുള്ള, ഏകദൈവ വിശ്വാസത്തിന് പരിക്കുപറ്റിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് ലോകം മുഴുവനും നടന്നത്. അതുകൊണ്ടാണ് എല്ലാ ആദം നബി മുതലുള്ള ആളുകൾ ഇതിനെ താക്കീത് ചെയ്തുകൊണ്ട് മുന്നറിയിപ്പായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇവന്റെ ഈ പോക്കുണ്ടല്ലോ ഇത് മോശമാണ്, ഇത് വന്ന് ഭയാനകമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ്. ആ സന്ദർഭത്തിൽ നിങ്ങൾ ജാഗരൂകരായിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഈമാൻ തെറ്റിപ്പോകും. ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായ നിലയിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഇറക്കത്തെ സംബന്ധിച്ച് പറഞ്ഞു. ഈസാ നബി അലൈഹി ഇസ്ലാം മരിച്ചു പോയിരിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈസാ നബി അലൈഹി ഇസ്ലാമിന് സദർശനായിരിക്കുന്ന ഒരു മഹാത്മാവായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നുള്ള. ഏതുപോലെ യേശു എന്ന് പറഞ്ഞ ഇപ്പൊ യഹൂദന്മാർ നോക്ക്, ഇവർ ഏലിയ പ്രവാചകനെ കാത്തിരിക്കുകയാണ്. യേശുവിന് മുമ്പേ വഴിതെളിപ്പാനായി ഏലിയ പ്രവാചകന് മരണമായിരുന്നു. യഹൂദികളുടെ തെറ്റല്ല, അവരുടെ ഗ്രന്ഥങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് 2 രാജാക്കന്മാരിൽ പറയുന്നത് ഈ ഏലിയാവ് ആകാശത്തിലേക്ക് കയറിപ്പോയി എന്നാണ്. വളരെ വ്യക്തമായ നിലയിൽ എഴുതിയിട്ടുണ്ട്. ഈ ഏലിയാവ് ആകാശത്തിലേക്ക് കയറിപ്പോയി, പിന്നെ ഏലീശ കണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ മലാക്കി പുസ്തകത്തിലും പറയുന്നുണ്ട്. അത് പുതിയ നിയമം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള അവസാനത്തെ വചനം നോക്കിയാൽ മതി. അവിടെ പറയുന്നത് ഭയങ്കരമായ നാശങ്ങൾ വരുന്നതിന് മുമ്പേ ദൈവം ഏലിയാവിനെ അയക്കുമെന്നാണ്. അപ്പൊ ഏലിയാവ് വരണം, അതിനുശേഷം മിശിഹ വരണം എന്ന ഒരു വിശ്വാസമായിരുന്നു യഹൂദികൾക്കുണ്ടായിരുന്നത്. അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭങ്ങളിലാണ് യേശു വന്നിട്ട് താൻ മിശിഹ ആണെന്ന് വാദിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഇത്തരം പ്രതിപാദ്യങ്ങൾ ഉള്ളത് കൊണ്ട് യഹൂദികളെ യേശുവിനോട് ചോദിച്ചു, അതെങ്ങനെയാണ് നിങ്ങൾ ഈസാ നബി നിങ്ങൾ മിശിഹ ആകുന്നത്? മിശിഹ ആകുകയാണെങ്കിൽ മിശിഹായ്ക്ക് വഴിതെളിപ്പാനായി ഏലിയാവ് വരുമെന്ന് ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞ എന്താണ്? ഏലിയാവ് വരുമെന്നല്ല